എന്താ ഒറ്റയ്ക്കേടാ? എന്തായി? എങ്ങനെയുണ്ടായി കല്യാണം? കോളായി. എന്തുപറ്റി? അവനെ കൊണ്ടല്ലേ പോയി ഇവിടുന്ന്, ആ റൊണാൾഡിനെ കൊണ്ട്. അതിന് ആദ്യം അടി ഉണ്ടാക്കിയേ. എന്റെ അമ്മേ, ഞാൻ വേണ്ട വേണ്ടെന്നുള്ളത് പറഞ്ഞ എന്തിന്? എനിക്കറിഞ്ഞൂടാ. അവളെന്താ എന്നിട്ട് വരുന്നുണ്ട് കൂടെ. നീ എന്തിനാ അയാളുടെ കൂടെ വിട്ടത്? അവളോടപ്പുറത്തോടല്ലേ പോലെ കനക. ഞാൻ അവിടെ വെച്ച് ചോദിക്കാത്തതേ, നീ അവളെ ബന്ധുവായോണ്ടാണ്. അവിടെ പോയി എന്തായിരുന്നു പ്രശ്നം? എന്തൊക്കെ എന്റെ മച്ചമ്പി, കല്യാണത്തിന് ആദ്യമേ കയറുന്ന സദ്യ ഉണ്ണാൻ വേണ്ടി എല്ലാരും കൂടെ തള്ളിക്കയറി ബഹളം ഉണ്ടാക്കല്ല. ഞാൻ എന്തോ ചെയ്യാ? എല്ലായിടത്തും തള്ളലുണ്ടാവും, പക്ഷെ അടി ഉണ്ടാവാറില്ല. അത് ചോദ്യം കാരണം അന്വേഷിക്കും. ചേട്ടത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണത്തിന് പോയി ആദ്യ ബന്ധം ഉണ്ണാനുള്ള അവകാശം ആർക്കാ? പറ മച്ചമ്പി, പറ. ചെറുക്കൻ വീട്ടുകാർക്കാണോ? ആണോ? ഞാൻ ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയപ്പം എനിക്ക് സീറ്റ് കിട്ടില്ല. 10,200 പേരുള്ള ഭയങ്കര കല്യാണമല്ലായിരുന്നു. അപ്പൊ ഓപ്പോസിറ്റ് പെൺ വീട്ടുകാരിലൊരുത്തൻ സുഗതൻ, അവനോട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായതാ. ഞാനത് അവിടെ വെച്ച് ഒന്നും ചോദിക്കാൻ പോയില്ല. കാര്യം മച്ചമ്പിയുടെ അഭിമാനം എൻ്റെ അഭിമാനമുണ്ട്, അത് നോക്കണമല്ലോ. അപ്പൊ അവൻ ഉപ്പേരി എടുത്ത് ചവച്ചരച്ചിട്ട് എനിക്കിട്ടൊരാക്ക്. ഉപ്പേരി അല്ലേ, തിന്നൂല്ലേ? പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഉടനെ അവൻ ചോറിട്ട് ഇളക്കി പപ്പടം പൊടിക്കുന്നു, പഴം എടുത്ത് തോക്ക് പോലെ എന്നെ അങ്ങ് പ്രകോപിപ്പിക്കാൻ. ഒരക്ഷരം പോലും ഞാൻ മിണ്ടിയില്ല. ഞാൻ നൈസായിട്ട് മച്ചമ്പി അവൻ്റെ അടുത്ത് വെച്ചു, എന്താ പന്നപ്പട്ടി നിനക്ക് സൂക്കേടെന്ന്. പരിപ്പ് അങ്ങോട്ട് ഒഴിച്ച ചോറ് പപ്പടം വെച്ച് ഞെവിടി എൻ്റെ മോന്തക്കിട്ടൊരാക്ക്. മോന്തക്കിട്ട് ഒരാക്ക് എറിഞ്ഞോ? എറിയാൻ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ ആ കൈ പിടിച്ച് അവൻ്റെ മുഖത്ത് തന്നെ വെച്ചങ്ങ് തേച്ചൊരച്ച്. അപ്പോൾ സാമ്പാറിൽ ഒരു അല്ലി എടുത്ത് എന്നെ എറിഞ്ഞ്. അപ്പോൾ അതിലേ വന്ന ഒരുത്ത പെണ്ണിൻ്റെ അച്ഛനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അയാൾ പറയും എൻ്റെ കണ്ണിനകത്ത് തീക്കനൽ വാരിയിടാൻ. ഒരക്ഷരം പോലും ഞാൻ മിണ്ടിയില്ല. കാര്യം എൻ്റെ മച്ചമ്പിയുടെ അഭിമാനം, എൻ്റെ അഭിമാനം അല്ലില്ല പെണ്ണെ. ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. പിന്നെ സംസാരം ഉണ്ടാകുമ്പോൾ മേശ മൊത്തം പറഞ്ഞു. കണ്ണോമ്പയും കൊണ്ട് ആരാണ്ട് വന്നപ്പോൾ അത് മേടിച്ച് ഞാൻ തിരിച്ചൊരടി കൊടുത്തു. പിന്നെ ചെറുക്കൻ കെട്ടിയ മഞ്ഞച്ചാട്ടിൻ്റെ അറ്റത്തെ കണ്ട് എൻ്റെ കൈ പൊരുത്തത് പൊട്ടിയെന്നും പറഞ്ഞ് അവിടെ ആകെ അടിയുമ്പോൾ അപ്പം ഞാൻ നൈസായിട്ട് അടുക്കള ഒഴിഞ്ഞ് പുറത്തിറങ്ങി. ഇത്ര എൻ്റെ മച്ചമ്മ ഞാൻ മനസ്സുകൊണ്ട് ചെയ്തുള്ളൂ. ഞാൻ നിരപരാധിയാണ്, എന്നെ മനസ്സിലാക്കൂ നിങ്ങൾ. സദ്യ കിട്ടിയില്ല, ആ കിട്ടിയത് ഈ മഞ്ഞ നാരങ്ങ. കനകമച്ചമ്പി, കടലപ്രഥമം കിട്ടിയായിരുന്ന? കഷ്ടം, കിട്ടിയില്ല, കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അയ്യോ, കണ്ണോമ്പയ്ക്ക് നടുമുറിക്ക് 3-4 എണ്ണം കിട്ടിയായിരുന്നു. ലില്ലിപ്പണ്ണ എണ്ണ എവിടെ വെച്ചേക്കുന്നത്? എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണം, വിശ്രമിക്കണം. മച്ചമ്പി, വൈകിട്ട് പള്ളിയിൽ പോയി എല്ലാം ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസരിക്കണം.